30,000 പേരുടെ ജീവനെടുത്ത ഭൂകമ്പമായിരുന്നു 1989 അർമേനിയയിൽ ഉണ്ടായത്. നിമിഷങ്ങൾക്കുള്ളിൽ സർവ്വതും നശിച്ചു. ദുരന്തം പത്തിവിടർത്തി ആടുന്ന ആ അവസരത്തിൽ ഒരു പിതാവ് തൻ്റെ മകനെ തേടി അവൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് ഓടി. തകർന്നു വീണ് കിടക്കുന്ന സ്കൂൾ കെട്ടിടമാണ് അയാൾ അവിടെ കണ്ടത്. അതിനുള്ളിൽ എവിടെയോ തൻ്റെ മകനും ഞെരിഞ്ഞമർന്നിട്ടുണ്ടാകും എന്ന ചിന്ത ആ പിതാവിൻ്റെ ഹൃദയം തകർത്തു. എങ്കിലും മകൻ്റെ ശരീരമെങ്കിലും കണ്ടെത്താതെ അവിടെ നിന്നും പിന്മാറില്ലെന്ന് അയാൾ തീരുമാനിച്ചു. മകൻ്റെ ക്ലാസ് റൂം എവിടെയായിരുന്നു എന്നറിയാവുന്നതുകൊണ്ട് ഒരു മൺവെട്ടിയെടുത്ത് ആ ഭാഗത്തുള്ള കല്ലും മണ്ണും കോൺക്രീറ്റും ഒക്കെ എടുത്തു മാറ്റാൻ തുടങ്ങി. അയാളുടെ പ്രവൃത്തി കണ്ട് അവിടെ കൂടി നിന്ന പോലീസ് അധികാരികൾ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. വീണ്ടും ഭൂമികുലുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലായിടത്തും തീ പടർന്നിരിക്കുന്നു. എല്ലായിടത്തും സ്ഫോടനങ്ങളും നടന്നിരിക്കുന്നു. നിങ്ങൾ രക്ഷാസങ്കേതത്തിലേക്ക് പോകൂ. അതേ ഇനി മാർഗമുള്ളൂ. പക്ഷേ അയാൾ പിന്മാറിയില്ല. എന്നെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇവിടെ വന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാൻ സഹായിക്കൂ. എൻ്റെ മകനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല, അയാൾ അവരോട് പറഞ്ഞു. എന്നാൽ പോലീസ് അധികാരികൾ അവിടെ നിന്നില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ എല്ലാവരും രക്ഷാസങ്കേതങ്ങളിലേക്കൂടി. ആരുടെയും സഹായമില്ലാതെ അയാൾ തൻ്റെ മകന് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു. ആ തെരച്ചിൽ 24 മണിക്കൂർ നീണ്ടിട്ടും തൻ്റെ മകനെ കണ്ടെത്തുവാൻ അയാൾക്ക് സാധിച്ചില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ തെരച്ചിൽ തുടർന്നു. തെരച്ചിൽ തുടങ്ങിയതിൻ്റെ 38-ാം മണിക്കൂറിൽ ആ പിതാവ് തൻ്റെ മകൻ്റെ ശബ്ദം കേട്ടു. അയാൾ മകനെ ഉറക്കെ വിളിച്ചു. ഉടനെ അർമാൻഡും ഉറക്കെ വിളിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ തൻ്റെ മകനും അവൻ്റെ 13 കൂട്ടുകാരും സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന സ്ഥലം കണ്ടെത്തി. ഭൂകമ്പത്തിൽ കെട്ടിടം തകർന്നു വീണപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ കുറേ സ്ഥലം അവർക്ക് രക്ഷാസങ്കേതമായി ലഭിച്ചു. അങ്ങനെയാണ് അവൻ്റെ 13 കൂട്ടുകാർക്കും രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ ഭൂകമ്പത്തിൽപ്പെട്ട് 38 മണിക്കൂർ കഴിഞ്ഞിട്ടും അർമാൻഡിനും കൂട്ടുകാർക്കും എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? വിശപ്പും ദാഹവും ഭയവും എല്ലാം ചേർന്ന് ആ കുഞ്ഞുങ്ങൾ തകർന്നു പോകേണ്ടതായിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്ക് അർമാൻഡ് നൽകിയ ഉത്തരം ഇതായിരുന്നു: എൻ്റെ കൂട്ടുകാരോടൊക്കെ ധൈര്യമായിരിക്കാൻ ഞാൻ പറഞ്ഞു. എൻ്റെ ഡാഡി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ചു വരുമെന്നും അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ എല്ലാവർക്കും രക്ഷപ്പെടാമെന്നും അവരോട് പറഞ്ഞു. എൻ്റെ ഡാഡിക്ക് എന്നോടുള്ള ഇഷ്ടം എത്ര വലുതാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒരിക്കൽ ഡാഡി എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് എന്ത് അപകടമുണ്ടായാലും ഡാഡി എന്നെ സഹായിക്കാൻ എത്തുമെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഡാഡി എന്നെ രക്ഷിക്കുവാൻ എത്തുമെന്ന്. പിതൃപുത്ര ബന്ധത്തിൻ്റെ അവിസ്മരണീയമായ നിമിഷങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ മഹത്തായ നിമിഷങ്ങൾ. അർമേനിയയിലെ ഭൂകമ്പം 10,000ങ്ങളുടെ ജീവൻ അപഹരിച്ചുവെങ്കിലും ഒരു നിറകൺചിരിയായി അർമാൻഡും പിതാവും ഇന്നും ജീവിക്കുന്നു.